ഗാസയിൽ നടക്കുന്ന യുദ്ധത്തിൽ ജനരോഷം വർദ്ധിച്ചതിനാൽ ഇസ്രയേൽ പാസ്പോർട്ടുമായുള്ള സന്ദർശകരുടെ പ്രവേശനം നിരോധിച്ച രാജ്യം മാലദ്വീപ്. താഴെ തന്നിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായ വ്യക്തി ആരെന്ന് തിരിച്ചറിയുക. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് 1952 ഒറീസയിൽ ഗവർണറായി ചുമതലയേറ്റു. സർദാർ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നിർണായക പങ്കുവഹിച്ചു. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു. വി.പി. മേനോൻ. താഴെ പറയുന്ന സ്ഥലങ്ങളിൽ നാറ്റോയുടെ ആസ്ഥാനം ഏതെന്ന് കണ്ടെത്തുക. ബ്രസൽസ്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത്: ആത്മവിദ്യാസംഘം വാഗ്ഭടാനന്ദൻ, യോഗക്ഷേമ സഭ വി.ടി. ഭട്ടതിരിപ്പാട്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതുമായി ബന്ധപ്പെട്ട മൗണ്ട് ബാറ്റൺ പദ്ധതി ഉൾപ്പെടാത്ത പ്രസ്താവന കണ്ടെത്തുക. ഒന്നാണ് ഉൾപ്പെടാത്തത്. ഉൾപ്പെടുന്നത്: ബംഗാളിലെയും പഞ്ചാബിലെയും ഹിന്ദു മുസ്ലിം സംസ്ഥാനങ്ങളുടെ അതിർത്തി നിർണയിക്കുന്നതിന് ഒരു അതിർത്തി നിർണായക കമ്മീഷനെ നിയമിച്ചു. പഞ്ചാബും ബംഗാളും രണ്ടായി വിഭജിക്കുന്നതാണ്. മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക രാജ്യം അനുവദിക്കുന്നതാണ്. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. എനിക്ക് ശേഷം പ്രളയം ലൂയി 15. നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിലെന്താ, കേക്ക് കഴിച്ചുകൂടെ മേരി അന്റോയിനറ്റ്. പെനിൻസുലാർ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരി. പ്രൈം മെറീഡിയൻ ഏത് നഗരത്തിലൂടെയാണ് കടന്നുപോകുന്നത്? ഗ്രീൻവിച്ച്. ഉത്തരായന രേഖ കടന്നുപോകാത്ത സംസ്ഥാനം ഒഡീഷ. എൽ നിനോ എന്നറിയപ്പെടുന്ന പ്രതിഭാസം ലോകത്തിന്റെ ഏത് പ്രദേശത്താണ് പ്രധാനമായും ബാധിക്കുന്നത്? തെക്കേ അമേരിക്ക. വേനൽക്കാലത്ത് വടക്കൻ സമതലങ്ങളിൽ വീശുന്ന കാറ്റിന്റെ പേര് ലൂ. കേരളത്തിലെ ആദ്യത്തെ റോഡ് ടണൽ ഏത് ജില്ലയിലാണ്? തൃശൂർ. 1991 ബാലൻസ് ഓഫ് പേയ്മെന്റ് പ്രതിസന്ധി മറികടക്കാൻ ഗവൺമെന്റ് സ്വീകരിച്ച അടിയന്തര നടപടിയാണ് വിദേശ കറൻസികൾക്കെതിരെയുള്ള രൂപയുടെ മൂല്യച്യുതി. ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങളെ പറ്റിയുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത്: ഗ്രാമീണ അസമത്വം. സാമ്പത്തിക പരിഷ്കരണാനന്തര കാലഘട്ടത്തിൽ പുറം വാങ്ങൽ ഔട്ട്സോഴ്സിംഗ് രംഗത്ത് ഇന്ത്യ മുൻപന്തിയിൽ എത്താൻ സഹായിച്ച വസ്തുതകൾ: വൈദഗ്ധ്യമേറിയ മനുഷ്യവിഭവം, കുറഞ്ഞ വേതന നിരക്ക്. ഇന്ത്യൻ കാർഷിക രംഗത്തെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത്: ദേശീയ വരുമാനത്തിന്റെ പ്രധാന പങ്ക്. ഇന്ത്യ ഗവൺമെന്റ് വിഭാവനം ചെയ്ത സ്വയം പദ്ധതിയുടെ സവിശേഷത: പൗരന്മാർക്ക് ഗുണമേന്മയുള്ളതും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകുക. പ്രധാനമന്ത്രിയുടെ മുദ്രാ പദ്ധതി ലക്ഷ്യമിടുന്നത് ചെറുകിട സംരംഭകരെ സമ്പദ് വ്യവസ്ഥയുടെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക. താഴെ പറയുന്നവയിൽ ദേശീയ ലീഗൽ സർവീസ് അതോറിറ്റി സൗജന്യ നിയമസേവനം നൽകുന്നത് സ്ത്രീകൾക്കും കുട്ടികൾക്കും, വ്യവസായശാലകളിലെ തൊഴിലാളികൾക്ക്, ഭിന്നശേഷിക്കാർക്ക്. ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന: നെഹ്റു, പട്ടേൽ, അംബേദ്കർ തുടങ്ങിയവർ ഇതിന്റെ ചെയർമാൻമാരായിരുന്നു. അസംബ്ലിയിലെ മീറ്റിംഗുകളിൽ പൊതുജനങ്ങൾക്ക് കാണാവുന്ന തരത്തിലായിരുന്നു. ഇന്ത്യൻ ഭരണഘടന അമേരിക്കൻ ഭരണഘടനയിൽ നിന്നു കടമെടുത്ത ആശയങ്ങൾ: മൗലിക അവകാശങ്ങൾ, നിഷ്പക്ഷമായ നീതിന്യായ വ്യവസ്ഥ. ഇന്ത്യൻ ഭരണഘടന ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് കടമെടുത്തത്: കേവല ഭൂരിപക്ഷ സമ്പ്രദായം, നിയമനിർമ്മാണ പ്രക്രിയ. ഭരണഘടനയിലെ 19-ാം വകുപ്പ് പ്രകാരം ശരിയായ പ്രസ്താവന: സഞ്ചാര സ്വാതന്ത്ര്യം, സംഘടനാ രൂപീകരണത്തിനുള്ള സ്വാതന്ത്ര്യം. കേവല ഭൂരിപക്ഷ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന: ഈ സമ്പ്രദായത്തിൽ ഒരു പാർട്ടിക്ക് പാർലമെന്റിൽ കൂടുതൽ സീറ്റുകൾ എന്നാൽ കുറച്ച് വോട്ടുകൾ ലഭിക്കാം. കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിന് ഉദാഹരണമാണ് ബ്രിട്ടനും ഇന്ത്യയും. തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന: ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധ്യക്ഷൻ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ്. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്കും മറ്റ് അംഗങ്ങൾക്കും തുല്യ അധികാരമാണുള്ളത്. അംഗങ്ങളെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റാണ്. ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന: ഉപരാഷ്ട്രപതിയെ 5 വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത്. ഉപരാഷ്ട്രപതി രാജ്യസഭാ അധ്യക്ഷനാണ്. പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് പോലെയാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. ഭരണഘടനയിലെ 73-ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന: പഞ്ചായത്ത് രാജ് സമ്പ്രദായത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ത്രിതല ഭരണ സംവിധാനം പ്രദാനം ചെയ്യുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന: സാമ്പത്തിക കുറ്റകൃത്യ രഹസ്യാന്വേഷണവുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കപ്പെട്ടതാണ്. ധനകാര്യ മന്ത്രാലയത്തിലെ റവന്യൂ വകുപ്പിന്റെ ഭാഗമായിട്ടാണ് പ്രവർത്തിക്കുന്നത്.
രാഹുൽ നവീനാണ് ഇപ്പോഴത്തെ പ്രത്യേക ഡയറക്ടറുടെ ചുമതല വഹിക്കുന്നത്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത്: മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത് സംസ്ഥാന ഗവർണറാണ്. മന്ത്രിസഭയെ ഗവർണർ മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരം നിയമിക്കുന്നു. ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത്: കേന്ദ്ര മന്ത്രിസഭയുടെ ഉപദേശപ്രകാരം രാഷ്ട്രപതിയാണ് ഗവർണറെ നിയമിക്കുന്നത്. സംസ്ഥാന ഭരണനിർവഹണ വിഭാഗത്തിന്റെ തലവൻ ഗവർണറാണ്. താഴെ പറയുന്നവയിൽ മനുഷ്യദഹന വ്യവസ്ഥയുടെ പ്രവർത്തനം അല്ലാത്തത്: ശരീര താപനില നിയന്ത്രിക്കുക. താഴെ പറയുന്നവയിൽ കാൽസ്യത്തിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഓസ്റ്റിയോപൊറോസിസ്. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് മഴക്കാടുകൾ. ഏതുതരം കൊഴുപ്പിനെയാണ് ആരോഗ്യകരമായ കൊഴുപ്പായിട്ട് കണക്കാക്കുന്നത്? അപൂരിത കൊഴുപ്പ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ധമനി അയോർട്ട. ഡെങ്കിപ്പനി പരത്തുന്നത് ഏതുതരം കൊതുകുകളാണ്? ഈഡിസ് ഈജിപ്തി. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം സ്വിറ്റ്സർലാൻഡ്. ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണത്തെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത്: ധ്രുവപ്രദേശങ്ങളിൽ ജിക്ക് പരമാവധി മൂല്യമുണ്ട്. ഭൂകേന്ദ്രത്തിൽ ജിയുടെ വില 0 ആയിരിക്കും. h ഉയരത്തിൽ നിന്ന് താഴേക്ക് പതിക്കുന്ന ഒരു വസ്തു പകുതി ദൂരം സഞ്ചരിച്ച് കഴിയുമ്പോൾ അതിന്റെ സ്ഥിതികോർജവും ഗതികോർജവും തമ്മിലുള്ള അനുപാതം എത്രയായിരിക്കും? 1:1. താഴെ പറയുന്ന മാധ്യമങ്ങളെ അവയിലൂടെയുള്ള ശബ്ദതരംഗങ്ങളുടെ പ്രവേഗത്തിന്റെ അടിസ്ഥാനത്തിൽ ആരോഹണക്രമത്തിൽ എഴുതുക. വായു, ശുദ്ധജലം, സമുദ്രജലം. ഇന്ത്യയുടെ സൗരമിഷനായ ആദിത്യ L1-ന് ഭൂമിയിൽ നിന്നുള്ള അകലം ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലത്തിന്റെ എത്ര ശതമാനമാണ്? 1%. താഴെ പറയുന്നവയിൽ ഏത് സംയുക്തത്തിന്റെ നിർമ്മാണത്തിനാണ് സ്പോഞ്ചി അയൺ ഉൽപ്രേരകമായി ഉപയോഗിക്കുന്നത്? അമോണിയ. കലാമിൻ എന്നത് ഏത് ലോഹത്തിന്റെ അയിരാണ്? സിങ്ക്. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന: ആറ്റോമിക് നമ്പർ, മാസ് നമ്പർ എന്നിവ വ്യത്യസ്തമായ മൂലകമാണ് ഹൈഡ്രജൻ. ഇന്ത്യയിലെ ആദ്യത്തെ ബ്രെയിൻ ഹെൽത്ത് ക്ലിനിക് ആരംഭിച്ചത് ബാംഗ്ലൂർ. ചന്ദ്രയാൻ 3 മിഷന്റെ റോവർ പ്രഗ്യാൻ. കൂത്തിന് ഉപയോഗിക്കുന്ന പ്രധാന വാദ്യം മിഴാവ്. 1923 രചിക്കപ്പെട്ട ഭൂതരായർ എന്ന നോവലിന്റെ കർത്താവ് രാമവർമ്മ അപ്പൻ തമ്പുരാൻ. വെട്ടത്തു സമ്പ്രദായം ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടതാണ്? കഥകളി. മഹാകവി പി. കുഞ്ഞിരാമൻ നായരെ കുറിച്ച് മേഘരൂപൻ എന്ന കവിത എഴുതിയത് ആറ്റൂർ രവിവർമ്മ. കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയത് 1973. 2023 അണ്ടർ-17 ഫിഫ ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ചത് ഇന്തോനേഷ്യ. മലയാള വിഭാഗത്തിൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് പ്രിയ AS-ന്. സെൻസിറ്റീവായ ബാങ്ക് ഓൺലൈൻ പേയ്മെന്റ് വിവരങ്ങൾ ആവശ്യപ്പെട്ട് ഏതെങ്കിലും അജ്ഞാത വ്യക്തി അല്ലെങ്കിൽ സ്ഥാപനം വിശ്വസനീയവും ആകർഷകവുമായ രീതിയിൽ നിങ്ങൾക്ക് മെയിൽ അയക്കുമ്പോൾ ഇത് ഫിഷിംഗ് ആണ്. പാക്കറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിവരങ്ങൾ പ്രോസസ്സ് ചെയ്തുകൊണ്ട് ഇനിപ്പറയുന്ന ഉപകരണങ്ങളിൽ ഏതാണ് നെറ്റ്വർക്കുകൾക്കിടയിൽ പാക്കറ്റുകൾ ഫോർവേഡ് ചെയ്യുന്നത്? റൂട്ടർ. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഒരു നിർദ്ദിഷ്ട പ്രശ്നം പരിഹരിക്കുന്നതിനോ അല്ലെങ്കിൽ നിർദ്ദിഷ്ട ജോലി ചെയ്യുന്നതിനോ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. ഡാം ഒരു മാൽവെയർ ആണ്. യഥാർത്ഥ ലോകത്ത് വെർച്വൽ ഒബ്ജക്റ്റുകൾ ഓവർലൈഡ് ചെയ്യാൻ അനുവദിക്കുന്ന സാങ്കേതികവിദ്യയുടെ പേര് ഓഗ്മെന്റഡ് റിയാലിറ്റി. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ഏത് ഉപഭോക്തൃ അവകാശം ഉറപ്പു നൽകുന്നില്ല? ചൂഷണത്തിനുള്ള അവകാശം. ദേശീയ വനിതാ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ ഇതിൽ വ്യക്തമാക്കിയിരിക്കുന്നു. 1990 10-ാം വകുപ്പിൽ. 2005 വിവരാവകാശ നിയമത്തിന്റെ 2-ാം വകുപ്പിൽ ഇനിപ്പറയുന്നവയ്ക്കുള്ള അവകാശം ഉൾപ്പെടുന്നു: ജോലി, രേഖകൾ എന്നിവയുടെ പരിശോധന, രേഖകളുടെയോ ചാർജുകൾ, എക്സ്ട്രാക്റ്റുകൾ അല്ലെങ്കിൽ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ എടുക്കൽ, മെറ്റീരിയലിന്റെ സാക്ഷ്യപ്പെടുത്തിയ സാമ്പിളുകൾ എടുക്കൽ. 2012 കുട്ടികളുടെ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള സംരക്ഷണ നിയമപ്രകാരമുള്ള കുറ്റം പ്രത്യേക കോടതി വിചാരണ ചെയ്ത ശേഷം ഇരയായ കുട്ടിയുടെ തെളിവുകൾ ഇനിപ്പറയുന്ന പരിധിക്കുള്ളിൽ രേഖപ്പെടുത്തണം: 30 ദിവസം. പോക്സോ നിയമപ്രകാരം കുട്ടി 18 വയസ്സിൽ താഴെയുള്ള ഏതൊരു വ്യക്തിയും. ദേശീയ വനിതാ കമ്മീഷന്റെ 2024 അധ്യക്ഷൻ രേഖ ശർമ്മ.
താഴെ പറയുന്നവയിൽ ശരിയായ വാക്യപ്രയോഗം. കുട്ടികൾക്ക് പഠിക്കുന്നതിനും കളിക്കുന്നതിനുമുള്ള അവസരങ്ങൾ നൽകേണ്ടതാണ്. താഴെ പറയുന്നവയിൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണം സ്വാമികൾ. വേദത്തെ സംബന്ധിച്ചത് വൈഹികം വൈദികം. ക്ഷണികം എന്ന പദത്തിന്റെ വിപരീതം ശാശ്വതം. നിലാവ് എന്ന പദത്തിന്റെ ശരിയായ പര്യായങ്ങൾ ചന്ദ്രിക, കൗമുദി. അമ്പലം വിഴുങ്ങുക, മുഴുവൻ കൊള്ളയടിക്കുക. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായ പദം കണ്ടെത്തുക. ഭഗവത്ഗീത. വിണ്ടലം പിരിച്ചെഴുതുമ്പോൾ വിൺ പ്ലസ് തലം. തലവേദന എന്ന പദത്തിന്റെ ശരിയായ ഘടക പദം തലയിലെ വേദന. ചന്ദനം എന്ന വാക്കിന്റെ സമാന പദം മാലയം.